5ാം ലബോറട്ടറി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയ ബ്രദേഴ്സ് രണ്ടുപേരും ആ മതിൽ ചാടിക്കടന്ന് കോമ്പൗണ്ടിനുള്ളിൽ കയറി. പക്ഷേ മെയിൻ ഡോർ സീൽ ചെയ്തിരിക്കുന്നത് കണ്ട എഡ്വേർഡ് അതിൻ്റെ അടുത്തായി തന്നെ ഒരു വെന്റിലേഷൻ ഡക്റ്റ് ശ്രദ്ധിച്ചു. അൽഫോൺസിനെ പുറത്ത് കാവൽ നിർത്തിയിട്ട് എഡ്വേർഡ് അതിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് കയറി. കുറേ നേരം ഇഴഞ്ഞു നടന്ന ശേഷം ആ പൈപ്പിൽ നിന്നും എഡ്വേർഡ് താഴേക്ക് ചാടി ഇറങ്ങി. അപ്പോൾ അതിനുള്ളിൽ മുഴുവൻ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് എഡ്വേർഡിന് അവിടെ ആൾതാമസമുണ്ടെന്ന് ഉറപ്പായി. പക്ഷേ ആ സമയം ലബോറട്ടറിയുടെ ഉള്ളിലെ ഒരു ഇരുട്ട് മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഭീകര രൂപം ഉണർന്നു. ഇതേ സമയത്ത് പുറത്ത് എഡ്വേർഡിനെ കാത്തുനിന്ന അൽഫോൺസിൻ്റെ മുകളിലായി മറ്റൊരു ഭീകരരൂപം അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അത് തൻ്റെ വാളും വീശിക്കൊണ്ട് അൽഫോൺസിൻ്റെ നേരെ എടുത്തു ചാടി. ഇത് കണ്ട അൽഫോൺസ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. തലനാരിഴയ്ക്ക് അവൻ രക്ഷപ്പെട്ടുവെങ്കിലും ആ ഭീകരരൂപം തൻ്റെ വലിയ വെട്ടുകത്തികൾ കൊണ്ട് അവനെ വെട്ടാൻ നോക്കി. പക്ഷേ അൽഫോൺസ് വേഗം തന്നെ പുറകിലേക്ക് ചാടി മാറി സേഫായി. നീ ആരാണെന്ന് അൽഫോൺസ് അവനോട് ചോദിച്ചു. അൽഫോൺസിൻ്റെ സ്പീഡ് കണ്ട് അമ്പരന്ന് പോയ ആ ഭീകരരൂപം അവനെ സ്വയം പരിചയപ്പെടുത്തി. ഞാനാണ് നമ്പർ 66. ഈ ലബോറട്ടറിയുടെ കാവൽക്കാരനാണ് ഞാൻ. നീ ഇവിടെ അതിക്രമിച്ച് കയറിയത് കൊണ്ട് നിന്നെ ഇനി ജീവനോടെ വിടാൻ പറ്റില്ല. ഇനി നീ എത്ര സ്പീഡിൽ ഓടി ഒളിച്ചാലും നിന്നെ ഞാൻ തേടിപ്പിടിച്ച് വെട്ടി നുറുക്കും. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന അൽഫോൺസ് അവനെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. ഈ സമയം ലബോറട്ടറിയുടെ ഉള്ളിൽ കൂടി നടന്ന് എഡ്വേർഡ് വലിയൊരു ഹാളിലെത്തിയിരുന്നു. അവിടെ വലിയൊരു ട്രാൻസ്മ്യൂട്ടേഷൻ സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒത്തനടുക്കായി ഒരു ബലിപീഠവും അതിനടുത്തായി തന്നെ കട്ട പിടിച്ച ചോരക്കറയും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട എഡ്വേർഡിന് അവിടെ വെച്ച് തന്നെയാണ് ഫിലോസഫർ സ്റ്റോൺ ട്രാൻസ്മ്യൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോഴേക്കും ദൂരെ നിന്നും പടച്ചട്ടകൾ അണിഞ്ഞ ഒരാൾ അങ്ങോട്ടേക്ക് നടന്നു വന്നു. നീ നടന്നു കയറിയിരിക്കുന്നത് നിന്റെ മരണത്തിലേക്കാണെന്ന് അയാൾ എഡ്വേർഡിനോട് പറഞ്ഞു. അത് പറയാൻ താൻ ആരായെന്ന് എഡ്വേർഡ് തിരിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നമ്പർ 48, ഈ ലബോറട്ടറിയുടെ കാവൽക്കാരൻ. ഇവിടെ കയറി വരുന്നവരെല്ലാം കൊന്നുകളയാനാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ. അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലാൻ പോവുകയാണ്. അയാൾ പറഞ്ഞതൊക്കെ കേട്ട എഡ്വേർഡ് തൻ്റെ വലത്തെ കൈ ട്രാൻസ്മ്യൂട്ട് ചെയ്ത് ഒരു കത്തിയാക്കിയിട്ട് അയാളെ പോരിഞ്ഞു വിളിച്ചു. ഇത് കേട്ട ഉടനെ അയാൾ എഡ്വേർഡിൻ്റെ മുന്നിലേക്ക് വാളുമായി പാഞ്ഞെത്തി. അയാളുടെ വാളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട എഡ്വേർഡിന് അയാൾ നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ എഡ്വേർഡ് അയാളെ വയറ്റിൽ ചവിട്ടി തെറിപ്പിച്ചു. പക്ഷേ ആർമറിൽ നിന്ന് വന്ന സൗണ്ട് കേട്ട എഡ്വേർഡ് ഒന്ന് ഞെട്ടി. തൻ്റെ ആർമർ കാലിയല്ലേടോ എന്ന് അവൻ അയാളോട് ചോദിച്ചു. നിനക്കിക്കാര്യം എങ്ങനെ മനസ്സിലായി എന്ന് അയാൾ ചോദിച്ചു. ഞാൻ തന്നെ പോലെയുള്ള ഒരുത്തനുമായി സ്ഥിരം ഫൈറ്റ് ചെയ്യാറുണ്ടെന്ന് എഡ്വേർഡ് മറുപടി പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇംപ്രസ്ഡായ അയാൾ തന്നെപ്പറ്റി വിശദമായി അവനോട് പറഞ്ഞു. ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ സ്ലൈസർ എന്ന പേരുള്ള പ്രശസ്തനായ ഒരു കൊലയാളിയായിരുന്നു. മരണശേഷം അവർ എന്നെ ഈ ആർമറിൽ സീൽ ചെയ്തിട്ട് എനിക്ക് 48 എന്ന പേര് തന്നു. നിന്നെപ്പോലെ ഇതിനകത്ത് നുഴഞ്ഞു കയറുന്നവരെ കൊല്ലണമെന്നാണ് അവർ എനിക്ക് നൽകിയ ഓർഡർ. അതുകൊണ്ട് ഇപ്പോൾ നീ എൻ്റെ കൈകൊണ്ട് ചാകാൻ പോവുകയാണ്. സ്ലൈസർ പറഞ്ഞതൊക്കെ കേട്ട് എഡ്വേർഡിന് പേടിയൊന്നും തോന്നിയില്ല. അവൻ ഈ ലബോറട്ടറിയുടെയും ഫിലോസഫർ സ്റ്റോണിൻ്റെയും രഹസ്യങ്ങളെപ്പറ്റി പറയാൻ സ്ലൈസറിനോട് ആജ്ഞാപിച്ചു. എന്നാൽ സ്ലൈസർ അത് പറയാൻ തയ്യാറായില്ല. പക്ഷേ എഡ്വേർഡിൻ്റെ ധൈര്യം കണ്ട് ഇംപ്രസ്ഡായ സ്ലൈസറിന് ആ ഫൈറ്റ് കുറച്ചുകൂടി ചാലഞ്ചിങ് ആക്കണമെന്ന് തോന്നി. അവൻ തൻ്റെ ഹെൽമെറ്റ് ഊരി അതിനുള്ളിൽ വരച്ചിരിക്കുന്ന ബ്ലഡ് സീൽ കാണിച്ചു കൊടുത്തു. ഈ സീൽ മായ്ച്ചു കളഞ്ഞാൽ നിനക്കെന്നെ കൊല്ലാം. അതിനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വാ. ഇത് കണ്ട് എഡ്വേർഡ് ഒന്ന് പുഞ്ചിരിച്ചു. ശത്രുവിൻ്റെ വീക്ക് സ്പോട്ട് മനസ്സിലാക്കി അവൻ വീണ്ടും ഫൈറ്റിന് റെഡിയായി. ഇതേ സമയം ബ്രദേഴ്സിൻ്റെ റൂമിലെത്തിയ റോസും ബ്രോഷും ആ റൂം കാലിയാണെന്ന് കണ്ടു. ജനാല വഴി ഒരു കയർ തൂങ്ങിക്കിടക്കുന്നത് കണ്ട അവർക്ക് ബ്രദേഴ്സ് അതുവഴിയാണ് എസ്കേപ്പ് ആയതെന്ന് മനസ്സിലായി. ആ പിള്ളേരെ ശ്രദ്ധിക്കാത്തതിന് ആംസ്ട്രോങ്ങിൻ്റെ വായിൽ നിന്നും ചീത്ത കേൾക്കുമെന്നോർത്ത് ബ്രോഷ് കരയാൻ തുടങ്ങി. പക്ഷേ റോസ് അപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. പിള്ളേർ കാണിച്ച കുരുത്തക്കേടിൻ്റെ പേരിൽ ജോലി കളയാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾ ബ്രോഷിനെയും വിളിച്ചുകൊണ്ട് 5ാം ലബോറട്ടറിയിലേക്ക് പോകാനിറങ്ങി. ഈ സമയം ലബോറട്ടറിയുടെ ഉള്ളിൽ സ്ലൈസറും എഡ്വേർഡും പൊരിഞ്ഞ പോരാട്ടത്തിലായിരുന്നു. സർവ്വശക്തിയുമെടുത്ത് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് എഡ്വേർഡിൻ്റെ ഓട്ടോമെയിൽ ആർം ചെറുതായിട്ടൊന്ന് ഇളകി. പണിപാളാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ എഡ്വേർഡ് തൻ്റെ കൈ പോകുന്നതിന് മുൻപേ സ്ലൈസറിനെ തോൽപ്പിക്കാൻ ആഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ സ്ലൈസറിൻ്റെ പവറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവന് പറ്റിയില്ല. അധികം വൈകാതെ സ്ലൈസറിൻ്റെ വെട്ടേറ്റ് എഡ്വേർഡ് നിലത്ത് വീണു. അതുകണ്ട സ്ലൈസർ അവനെ കളിയാക്കി. നീ പുറത്ത് കാവൽ നിർത്തിയ നിൻ്റെ അനിയനെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് നമ്പർ 66 കൊന്നിട്ടുണ്ടാകും. അനിയൻ്റെ അടുത്തേക്ക് ഞാൻ നിന്നെ പറഞ്ഞയക്കാം. ഇത് കേട്ട എഡ്വേർഡ് സ്ലൈസറിനോട് നിൻ്റെ ഫ്രണ്ട് അത്രയ്ക്ക് ശക്തനാണോ എന്ന് ചോദിച്ചു. നമ്പർ 66 ശക്തനാണെങ്കിലും എൻ്റെ അത്രയും പവർ അവനില്ല എന്ന് സ്ലൈസർ മറുപടി പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എഡ്വേർഡ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അനിയൻ അത്രയ്ക്ക് ശക്തനാണ്. നിനക്കൊന്നും അവൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. ഇതേ സമയം പുറത്ത് അൽഫോൺസ് നമ്പർ 66നെ ഇടിച്ച് എയറിൽ കയറ്റുകയായിരുന്നു. അൽഫോൺസിൻ്റെ അടുത്ത ഇടിയിൽ 66ൻ്റെ ഹെൽമെറ്റ് ഊരി തെറിച്ചുപോയി. ആ ആർമറിൻ്റെ ഉൾവശം കാലിയായിരുന്നു. അത് കണ്ട അൽഫോൺസ് ഒന്ന് ഞെട്ടി.
അപ്പോൾ നമ്പർ 66 ആ ഹെൽമെറ്റ് കയ്യിലെടുത്തിട്ട് അൽഫോൺസിനോട് ഒരു കഥ പറയാൻ തുടങ്ങി. പണ്ട് ഈ സെൻട്രൽ സിറ്റിയിൽ ബാരി എന്ന് പേരുള്ള ഒരു കശാപ്പുകാരനുണ്ടായിരുന്നു. അവന് മൃഗങ്ങളെ വെട്ടി നുറുക്കുന്നത് ഒരു ലഹരിയായിരുന്നു. പക്ഷേ പിന്നീട് അവന് മൃഗങ്ങളെ വെട്ടുന്നതിൽ താല്പര്യമില്ലാതായി. അങ്ങനെ രാത്രികളിൽ അവൻ തൻ്റെ വെട്ടുകത്തിയുമായി തെരുവിലിറങ്ങി മനുഷ്യരെ വെട്ടി നുറുക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീട് ബാരി പിടിക്കപ്പെട്ടു. അവനെ മിലിറ്ററി തൂക്കിക്കൊന്നുവെങ്കിലും ഇതിനോടകം 27 പേരെ അവൻ കൊന്നു കഴിഞ്ഞിരുന്നു. അവൻ മരിച്ചുവെന്ന് എല്ലാവരും കരുതി. പക്ഷേ ചിലർ അവൻ്റെ ആത്മാവിനെ ഒരു ആർമറിൽ സീൽ ചെയ്തു വെച്ചു. അവരുടെ ഓർഡർ പ്രകാരം ഈ ബിൽഡിങ്ങിന് കാവലായി ബാരി ഇപ്പോഴും ജീവിക്കുന്നു. നിനക്കിനിയും മനസ്സിലായില്ലേടാ, ഞാനാണ് ഫേമസ് സീരിയൽ കില്ലറായ ബാരി ദ ചോപ്പർ. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് അൽഫോൺസിന് പേടിയൊന്നും തോന്നിയില്ല. ഞാൻ ആത്മാവാണെന്നറിഞ്ഞിട്ട് നീ എന്താ പേടിക്കാത്തതെന്ന് ബാരി അവനോട് ചോദിച്ചു. പെട്ടെന്ന് അൽഫോൺസ് തൻ്റെ ഹെൽമെറ്റ് ഊരി അവന് കാണിച്ചു കൊടുത്തു. അത് കണ്ട ബാരി പേടിച്ച് നിലവിളിച്ചു. അൽഫോൺസ് തന്നെക്കാൾ വലിയ സീരിയൽ കില്ലറായിരിക്കുമെന്ന് ബാരി കരുതി. അപ്പോൾ അൽഫോൺസ് തൻ്റെ ചേട്ടനെക്കുറിച്ചും ഈ ആർമറിൽ സോൾ ബോണ്ടിങ് ചെയ്യാൻ ഇടയായ സാഹചര്യത്തിനെക്കുറിച്ചും ബാരിയോട് പറഞ്ഞു. ഇത് കേട്ട ബാരി പൊട്ടിച്ചിരിച്ചു. അവൻ ചോദിച്ചു, നീ ശരിക്കും ജീവനോടെ ഇരിക്കുന്നു എന്നതിന് എന്താണ് തെളിവ്? നിന്റെ ചേട്ടനെന്ന് പറയുന്നവൻ അവൻ്റെ ഓർമ്മകളെ ചേർത്തുണ്ടാക്കിയ വെറുമൊരു പപ്പറ്റ് മാത്രമാണ് നീ. ഇത് കേട്ട് ഞെട്ടിയ അൽഫോൺസ് അവൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഗ്രാമത്തിലെ വിൻട്രിക്കും അമ്മൂമ്മയ്ക്കും ചെറുപ്പം മുതലേ എന്നെ അറിയാമെന്ന് അവൻ പറഞ്ഞു. അവരെല്ലാവരും ചേർന്നാണ് നിന്നെ ക്രിയേറ്റ് ചെയ്തതെന്നും നീ അവർക്ക് ഉപയോഗിക്കാനുള്ള വെറുമൊരു പപ്പറ്റ് മാത്രമാണെന്നും പറഞ്ഞ് ബാരി അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോഴേക്കും ഒരു പട്ടാളക്കാരൻ അങ്ങോട്ട് വന്നു. പെട്ടെന്ന് ബാരി അവനെ വെട്ടിക്കൊന്നു. എന്നിട്ടവൻ പറഞ്ഞു, എനിക്ക് ആളുകളെ കൊല്ലുന്നത് ഇഷ്ടമാണ്. അതാണ് എൻ്റെ അസ്തിത്വം. പക്ഷേ നീ ഇതുവരെ നിന്റെ ചേട്ടനെന്ന് പറയുന്നവനെ അനുസരിക്കുകയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യം അൽഫോൺസിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അവൻ തൻ്റെ ലൈഫ് മുഴുവൻ സത്യമാണോ കള്ളമാണോ എന്ന് മനസ്സിലാകാതെ കൺഫ്യൂഷൻ അടിച്ചു നിന്നു. ഈ സമയം ലബോറട്ടറിയുടെ ഉള്ളിൽ എഡ്വേർഡ് ഫൈറ്റ് ചെയ്ത് തളർന്നിരിക്കുകയായിരുന്നു. അവനെ കൊല്ലാൻ വേണ്ടി സ്ലൈസർ വാളും കൊണ്ട് അവൻ്റെ നേരെ വന്നു. പെട്ടെന്ന് എഡ്വേർഡ് സ്ലൈസറിൻ്റെ പുറകിലേക്ക് നോക്കി അൽഫോൺസിനോട് അറ്റാക്ക് ചെയ്യാൻ അലറി. ഇത് കേട്ട സ്ലൈസർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല. ഇത് എഡ്വേർഡിൻ്റെ ഒരു ട്രിക്ക് ആയിരുന്നുവെന്ന് സ്ലൈസർ മനസ്സിലാക്കിയപ്പോഴേക്കും എഡ്വേർഡ് അങ്ങോട്ടേക്ക് ചാടി വന്ന് സ്ലൈസറിൻ്റെ ഹെൽമെറ്റ് തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞിരുന്നു. ബ്ലഡ് സീൽ അവൻ്റെ ഹെൽമെറ്റിലായിരുന്നതുകൊണ്ട് അവൻ്റെ ശരീരം ചലനമറ്റ് താഴേക്ക് വീണു. ഇത് ചതിയാണെന്ന് സ്ലൈസർ പറഞ്ഞുവെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ എഡ്വേർഡ് അവനെ തൂക്കിയെടുത്തിട്ട് ഫിലോസഫർ സ്റ്റോണിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. എന്നാൽ അത് പറയാൻ സ്ലൈസർ തയ്യാറായില്ല. പെട്ടെന്ന് എഡ്വേർഡിൻ്റെ പുറകിൽ നിന്നും സ്ലൈസറിൻ്റെ ശരീരം എഴുന്നേറ്റു. അത് എഡ്വേർഡിൻ്റെ വയറ്റിൽ വെട്ടി. ആകെ അമ്പരന്ന് പോയ എഡ്വേർഡിനോട് സ്ലൈസർ പറഞ്ഞു, സത്യത്തിൽ ഞങ്ങൾ ഒരാളല്ല, ഞങ്ങൾ 2 സഹോദരങ്ങളാണ്. ഒരാളുടെ സോൾ ഹെൽമെറ്റിലും മറ്റേയാളുടെ സോൾ ബോഡിയിലുമാണ് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ആ ബോഡി എഡ്വേർഡിൻ്റെ നേരെ പാഞ്ഞെടുത്തു. അതിൻ്റെ വാളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ എഡ്വേർഡ് നല്ലോണം പാടുപെട്ടു. പക്ഷേ സ്ലൈസർ എഡ്വേർഡിനെ ചവിട്ടി ദൂരേക്ക് എറിഞ്ഞു. ഒരുപാട് ചോര വാർന്നുപോയ എഡ്വേർഡ് ആകെ അവശനായി അവിടെ തളർന്നിരുന്നു. പക്ഷേ അപ്പോഴേക്കും സ്ലൈസറിൻ്റെ ശരീരം വാളുമായി അവൻ്റെ നേരെ ഓടിയടുത്തു. ഇത് കണ്ട എഡ്വേർഡിന് പെട്ടെന്ന് സ്കാറിനെ ഓർമ്മ വന്നു. അവൻ്റെ ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ എഡ്വേർഡ് തീരുമാനിച്ചു. അങ്ങനെ സ്ലൈസർ അവൻ്റെ അടുത്തെത്തി വാളോങ്ങിയതും എഡ്വേർഡ് അവൻ്റെ വയറ്റിൽ പിടിച്ച് ആൽക്കമി യൂസ് ചെയ്തു. ആ ആർമർ പൊട്ടിത്തെറിച്ച് 2 കഷ്ണമായി നിലത്ത് വീണു. കിടന്ന അവൻ്റെ അപ്പർ ബോഡി കൈകൾ കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അങ്ങനെ സ്ലൈസർ ബ്രദേഴ്സ് എഡ്വേർഡിന് മുന്നിൽ തോൽവി സമ്മതിച്ചു. ഞങ്ങളെ തോൽപ്പിച്ച സ്ഥിതിക്ക് സമയം കളയാതെ ആ ബ്ലഡ് സീൽ മായ്ച്ചു കളഞ്ഞ് ഞങ്ങളെ കൊല്ലാൻ സ്ലൈസർ പറഞ്ഞു. പക്ഷേ എഡ്വേർഡ് അതിന് തയ്യാറായില്ല. നിങ്ങളത്ര ദുഷ്ടരാണെന്ന് പറഞ്ഞാലും ആത്മാവുള്ള കാലത്തോളം നിങ്ങളെല്ലാവരും മനുഷ്യർ തന്നെയാണ്. നിങ്ങളുടെ അതേ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു അനിയൻ എനിക്കുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊല്ലാൻ എനിക്ക് സാധിക്കില്ല. എഡ്വേർഡ് പറഞ്ഞതൊക്കെ കേട്ട സ്ലൈസർ ഞെട്ടിപ്പോയി. കാരണം ആദ്യമായിട്ടായിരുന്നു ഒരാൾ അവനെ ഒരു മനുഷ്യനായി കാണുന്നത്. എഡ്വേർഡിൻ്റെ നല്ല മനസ്സിന് പകരമായി ആ ലാബിൻ്റെയും ഫിലോസഫർ സ്റ്റോണിൻ്റെയും രഹസ്യങ്ങളെപ്പറ്റി പറയാമെന്ന് അവൻ എഡ്വേർഡിന് വാക്കുകൊടുത്തു. പെട്ടെന്ന് ദൂരെ നിന്നും മൂർച്ചയുള്ള കറുത്ത 2 വള്ളികൾ അങ്ങോട്ടേക്ക് നീണ്ടുവന്നു. അത് സ്ലൈസറിൻ്റെ ഹെൽമെറ്റിൽ തുളഞ്ഞു കയറി. അത് ചെയ്തത് ലസ്റ്റായിരുന്നു. അവളുടെ ഒപ്പം എൻവിയുമുണ്ട്. പെട്ടെന്ന് ലസ്റ്റ് സ്ലൈസറിൻ്റെ ഹെൽമെറ്റ് 2 കഷ്ണമാക്കി മുറിച്ചു. ഇത് കണ്ട സ്ലൈസറിൻ്റെ സഹോദരൻ ദേഷ്യം കൊണ്ട് അലറി. അപ്പോഴേക്കും എൻവി ഒരു വാളുകൊണ്ട് അവൻ്റെ ബ്ലഡ് സീൽ കുത്തി കീറി. അങ്ങനെ അവനും മരിച്ചു. ഇതൊക്കെ കണ്ട അമ്പരന്നിരുന്ന എഡ്വേർഡിനോട് എൻവി പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ കൊല്ലില്ല. ഞങ്ങളുടെ പ്ലാനിൽ നിനക്കൊരു പ്രധാന റോളുണ്ട്. അതുകൊണ്ട് നീ ജീവിച്ചിരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ എഡ്വേർഡ് നിങ്ങൾ ആരാണെന്നും എന്താണ് നിങ്ങളുടെ പ്ലാനെന്നും അവരോട് ചോദിച്ചു. പക്ഷേ അതിന് മറുപടി പറയാതെ എൻവി അവനെ കളിയാക്കി. ദേഷ്യമെന്ന് എഡ്വേർഡ് അവരെ സർവ്വശക്തിയും എടുത്ത് ഫൈറ്റ് ചെയ്യാനൊരുങ്ങി. പക്ഷേ അപ്പോഴേക്കും അവൻ്റെ ഓട്ടോമെയിൽ ആർം ഒടിഞ്ഞു തൂങ്ങിപ്പോയി. ഈ അവസരം മുതലാക്കി എൻവി അങ്ങോട്ടേക്ക് ഓടി വന്ന് അവൻ്റെ നെഞ്ചുംകൂട്ടിൽ മുട്ടുകാൽ കയറ്റി.
എഡ്വേർഡ് ബോധം കെട്ട് നിലത്ത് വീണു. എഡ്വേർഡിനെ പോലെ ഇനി ആരും ഫിലോസഫർ സ്റ്റോണിൻ്റെ രഹസ്യം തേടി അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഈ ലബോറട്ടറി തകർത്ത് കളയാൻ ലസ്റ്റ് എൻവിക്ക് ഓർഡർ കൊടുത്തു. ഈ സമയം ലബോറട്ടറിയുടെ പുറത്ത് അൽഫോൺസ് അപ്പോഴും കൺഫ്യൂഷനായി നിൽക്കുകയായിരുന്നു. എഡ്വേർഡ് ഉണ്ടാക്കിയ വെറുമൊരു പപ്പറ്റ് മാത്രമാണ് ഞാനെന്ന ചിന്ത അവൻ്റെ മനസ്സിൽ കയറിയതോടെ അവൻ ഫൈറ്റിങ്ങിൽ വീക്കായി തുടങ്ങി. ഈ അവസരം മുതലാക്കി ബാരി അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വാളോങ്ങി. പെട്ടെന്നൊരു വെടിയേറ്റ് അവൻ്റെ കയ്യിലെ വാൾ തെറിച്ചുപോയി. ആ വെടിവെച്ചത് റോസും ബ്രോഷുമായിരുന്നു. അനങ്ങിയാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അവർ അവനെ ഭീഷണിപ്പെടുത്തി. പെട്ടെന്ന് ആ പ്രദേശം മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി. ലബോറട്ടറിയുടെ പല ഭാഗത്തും പൊട്ടിത്തെറികളുണ്ടായി. അപ്പോൾ റോസ് അൽഫോൺസിനോട് അവിടെ നിന്നും മാറാൻ പറഞ്ഞു. പക്ഷേ എഡ്വേർഡിനെ കൂട്ടാതെ അവിടെ നിന്ന് പോകാൻ അവൻ തയ്യാറായില്ല. അകത്തേക്ക് കയറാൻ നോക്കിയ അൽഫോൺസിനെ പിടിച്ചു നിർത്താൻ റോസ് നല്ലോണം പണിപ്പെട്ടു. ഈ സമയം ബാരി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പെട്ടെന്ന് ആ ബിൽഡിങ്ങിൻ്റെ മുൻവശം പൊട്ടിച്ചിതറി. അതിനുള്ളിൽ നിന്നും ബോധമില്ലാത്ത എഡ്വേർഡിനെയും തോളിലെടുത്തുകൊണ്ട് എൻവി അങ്ങോട്ടേക്ക് വന്നു. അവനെ അവിടെ കിടത്തിയിട്ട് എൻവി പറഞ്ഞു, പേടിക്കണ്ട, ഇവൻ മരിച്ചിട്ടില്ല. കുറച്ച് രക്തം വാർന്നു പോയതുകൊണ്ട് ബോധം കെട്ടതാണ്. വേഗം ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോ. ഇവൻ ജീവിച്ചിരിക്കേണ്ടത് നിങ്ങളെക്കാൾ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ്. ഇതൊക്കെ കേട്ട റോസ് അവനോട് നീ ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും എൻവി അവിടെ നിന്ന് അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ആ ലബോറട്ടറി മുഴുവൻ പൊട്ടിത്തകരാൻ തുടങ്ങി. ആ ശബ്ദം തൊട്ടടുത്തുള്ള ജയിലിനുള്ളിലും മുഴങ്ങിക്കേട്ടു. തടവ് പുള്ളികൾ എല്ലാവരും പാനിക്കായി. പക്ഷേ അവിടെ ഒരു സെല്ലിൽ ബന്ദിയായി കിടന്നിരുന്ന ക്രിംസൺ ആൽക്കമിസ്റ്റ് കിംബ്ലിക്ക് ഈ പൊട്ടിത്തെറിക്കുന്നത് ലബോറട്ടറി നമ്പർ 5 ആണെന്ന് മനസ്സിലായി. അവൻ്റെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി തെളിഞ്ഞു. ഈ സമയം അൽഫോൺസും ഗ്യാങ്ങും ലബോറട്ടറിയുടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. ബ്രോഷിൻ്റെ തോളിൽ ബോധമില്ലാതെ കിടക്കുകയാണ് എഡ്വേർഡ്. പക്ഷേ അപ്പോഴും അൽഫോൺസ് ബാരി പറഞ്ഞതൊക്കെ ഓർക്കുകയായിരുന്നു. താൻ ശരിക്കും ഒരു മനുഷ്യനായിരുന്നോ അതോ എഡ്വേർഡ് ഉണ്ടാക്കിയ വെറുമൊരു പപ്പറ്റ് മാത്രമാണോ എന്ന ചിന്ത അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു.